ഹായ് എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഓപ്പോ എ സീരീസിൽ വരുന്ന ഒരു ഫോണിനെ കുറിച്ചാണ്. ഇതൊരു മിഡ് റേഞ്ചിൽ വരുന്ന ഫോണും കൂടാണ്. ഓപ്പോ A95 എന്ന് പറയുന്ന ഈ ഒരു മോഡലിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സുകളും ഇൻക്ലൂഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫോണാണിത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നൊരു ഈ ഒരു വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഫോൺ പുറത്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുകളിലായിട്ട് നമുക്ക് ചെറിയൊരു ബോക്സാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ബോക്സിൻ്റെ അകത്ത് എന്താ വരുന്നത് എന്നും കൂടെ നോക്കാം. ഈ ഒരു ബോക്സിൽ വരുന്നത് കുറച്ച് യൂസർ മാനുവൽ വരുന്നുണ്ട്, പിന്നെ സിം എജക്റ്റ് ചെയ്യാനുള്ള ടൂളും, പിന്നെ നമുക്ക് ഫോണിൻ്റെ ബാക്കിൽ ഇടാൻ പറ്റുന്ന ഒരു സിലിക്കോൺ കവറാണ് വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു കവർ തന്നെയാണിത്. അടുത്തതായിട്ട് ഇനി നമ്മളെ ഫോണാണ്. ഈ ഫോൺ നമുക്ക് ബൂട്ടിങ്ങിൽ ഇട്ടതിന് ശേഷം ബോക്സിൽ വേറെ എന്തൊക്കെ ആക്സസറീസ് ആണ് വരുന്നത് എന്നും കൂടെ ഒന്ന് പരിചയപ്പെടാം. ബോക്സിൽ ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററും പിന്നെ ഒരു ടൈപ്പ് സി കേബിളും ആണ് വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ കൂടെ നമുക്ക് ഇയർഫോൺ വരുന്നില്ല. അപ്പോൾ ഇത്ര ആക്സസറീസ് ആണ് ബോക്സിൽ വരുന്നത്. അപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമ്മളെ ഫോൺ നോക്കാം. ഇതാണ് ഓപ്പോ A95 എന്ന മോഡൽ ഫോണ്. ഇനി ഫോണിൻ്റെ ഭാരം വരുന്നത് 175 ഗ്രാമാണ്. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ വരുന്ന ഈ ഒരു വേരിയൻറ്റ് 8GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജുമുള്ള ഗ്ലോസിംഗ് ചെറി ബ്ലാക്ക് എന്ന കളറാണ്. ഇനി ഫസ്റ്റ് തന്നെ ഫോണിൻ്റെ ഒരു ഹാർഡ്വെയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ താഴെ ഭാഗത്തായിട്ടാണ് സ്പീക്കർ ഗ്രില്ല്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, മെയിൻ മൈക്ക്, തൊട്ടടുത്ത് തന്നെ 3.5mm ഹെഡ്ഫോൺ ജാക്കും ആണുള്ളത്. ഇനി ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വോളിയോ ബട്ടണും അതുപോലെ തന്നെ സിം ട്രേയും വരുന്നത്. ഈ ഒരു സിം ട്രേയിൽ നമുക്ക് ഒരേ സമയത്ത് 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേ ആണ് അവിടെ വരുന്നത്. പിന്നെ മുകളിലായിട്ട് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ലെഫ്റ്റിലായിട്ടാണ് പവർ ബട്ടൺ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഫോണിൻ്റെ ഒരു ഹാർഡ്വെയർ ഫീച്ചേഴ്സ്. ഇനി ഫോണിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് മാറ്റ് ഫിനിഷിലാണ്. അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിൻ്റ് അടയാളങ്ങളും സ്ക്രാച്ച് ഒന്നും തന്നെ വരാത്തൊരു ബോഡിയാണിത്. പിന്നെ ബാക്കിലുള്ളത് 3 ക്യാമറയും ഒരു LED ഫ്ലാഷും ആണുള്ളത്. ഇനി ഫോണിൻ്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMO LED ഡിസ്പ്ലേ ആണിത്. 84.4% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം താഴെ ഭാഗത്തായിട്ട് ചെറിയൊരു ബെസൽസ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ 409 ppi ആണ് ഡിസ്പ്ലേ ഡെൻസിറ്റി ഉള്ളത്. 20:9 ആണ് ആസ്പെക്ട് റേഷ്യോ. അപ്പോൾ ഇതിൽ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഡിസ്പ്ലേയിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസറും വരുന്നത്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസർ. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ഫോണിൻ്റെ പെർഫോമൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 11 കൂടെ തന്നെ കളർ OS ആയ 11.1 ആണ് വരുന്നത്. ഇനി ഒരു ഫോണിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൽ വരുന്നൊരു പ്രൊസസ്സർ. ക്വാൽകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 662 എന്ന് പറയുന്ന ഒരു ഒക്ടാ കോർ പ്രൊസസ്സറാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു പ്രൊസസ്സറും കൂടാണിത്. അതുപോലെ അഡ്രിനോൻ്റെ 610 എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്സുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊസസ്സറും ഗ്രാഫിക്സും തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് ഇതിൽ നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് ഒരു ലാഗോ ഒരു ഫ്രെയിം മിസ്സിങ്ങോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ഇതിൽ കളിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഫോൺ അവൈലബിൾ ആവുന്നത് 2 വേരിയൻറ്റിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള ഈ ഒരു വേരിയൻറ്റ് 8GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജുമുള്ള ഒരു വേരിയൻറ്റും പിന്നെ 8GB റാം 256GB വേരിയൻറ്റ് എന്നിങ്ങനെ 2 വേരിയൻറ്റിലാണ് ഇത് അവൈലബിൾ ആവുന്നത്. ഇനി ഫോണിൻ്റെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറയും ഒരു ഫ്ലാഷും ആണ് ഇതിൽ വരുന്നത്. 48 മെഗാപിക്സലിൻ്റെ f1.7 അപ്പേച്ചർ വാല്യൂള്ള മെയിൻ ക്യാമറയും അതുപോലെ തന്നെ 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറയും പിന്നെ 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് ഇതിൽ ക്യാമറകളായിട്ട് വരുന്നത്. ഇനി ക്യാമറ ഓപ്പൺ ചെയ്താൽ കാണാൻ പറ്റുന്നത് നൈറ്റ് മോഡ്, വീഡിയോ, ഫോട്ടോ, പോർട്രേറ്റ്, പിന്നെ മോർ. ഈ മോറിൽ തന്നെ സ്ലോ മോഷൻ, ടൈം ലാപ്സ്, മാക്രോ അങ്ങനെ തുടങ്ങിയിട്ട് കുറച്ച് ഓപ്ഷൻസ് കാണാം. ഇതിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് AI ബ്യൂട്ടി മോഡ് വരുന്നുണ്ട്. ഇതിൽ ഫോട്ടോയിലും വീഡിയോയിലും നമുക്ക് 10x വരെയാണ് ഇതിൽ ഡിജിറ്റൽ സൂം ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ ഇതിൽ എടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ മാത്രമാണ്. ഈ ഒരു ഫോണിൻ്റെ ക്യാമറയും ഇതിന് മുമ്പേ ഇറങ്ങിയിട്ടുള്ള A94 എന്ന് പറയുന്ന മോഡലിലെ ക്യാമറയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് A94 നമുക്ക് ഫിൽറ്റർ മോഡ് ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീഡിയോയിൽ 4K റെസൊല്യൂഷനിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.
പിന്നെ ഡുവൽ വ്യൂ വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻസും നമുക്ക് A94 കിട്ടിയിട്ടുണ്ട്. ആ ഓപ്ഷൻസ് ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. ഒരു ആവറേജ് ക്വാളിറ്റി മാത്രമാണ് അതിൽ ക്യാമറയിൽ കിട്ടുന്നുള്ളൂ. ഇനി ഫോണിൻ്റെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 16 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേച്ചർ വാല്യൂ ഉള്ള ഒരു ക്യാമറ ആണ് വരുന്നത്. ഈ ഒരു ക്യാമറയിലും ഒരുപാട് ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ബ്യൂട്ടി ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ ഇതിൽ എടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിൽ തന്നെയാണ്. ഇപ്പോൾ സെൽഫി ക്യാമറയിൽ എടുത്തിട്ടുള്ള ഫോട്ടോസിൻ്റെ സാമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ഫോണിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ സൗണ്ട് കേട്ട സമയത്ത് ഒരു വലിയ ലൗഡ് സൗണ്ട് ഒന്നല്ല വരുന്നത്. ഒരു ആവറേജ് ക്വാളിറ്റിയുള്ള സൗണ്ടാണ് കിട്ടുന്നത്. എന്നാലും തരക്കേടില്ലാത്ത സൗണ്ട് നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട്. ഇനി ഇതിൽ വരുന്ന കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ വൈഫൈയിൽ 5 GHz ആണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് 5.1 ആണ് വരുന്നത്. അതുപോലെ വോൾട്ടി കോളിംഗ് സപ്പോർട്ടാണ്. ഇനി ഫോണിൻ്റെ ബാറ്ററി ആൻഡ് ചാർജിങ് സൈഡ് നോക്കുകയാണെങ്കിൽ 5000 mAh ഒരു വലിയ ബാറ്ററി കപ്പാസിറ്റി തന്നെ ഒരു ഫോണിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും ബോക്സിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. 0 to 100% വരെ ചാർജ് ആവാൻ എടുക്കുന്ന ടൈം 1 hour 20 minutes ആണ്. അപ്പോൾ അത്യാവശ്യം സ്പീഡിൽ തന്നെ ചാർജ് കയറുന്നുണ്ട്. ഇനി ഒരു ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ UAE വരുന്നത് 8GB and 128GB 1099 dirhams ആണ്. അതുപോലെ 8GB and 128GB ഇന്ത്യയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് 19,990 രൂപയുമാണ്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സൊക്കെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന ഫോൺ വേറെ ഏതെങ്കിലും ബ്രാൻഡിൽ നോക്കുന്ന സമയത്ത് ഇതിലും കൂടുതൽ പ്രൈസാണ് ഓൺലൈനിൽ കാണിക്കുന്നത്. 25,000 മുതൽ 28,000 വരെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് ഈ ഒരു ഫോൺ നമുക്ക് വെർത്തായിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. 2 കളറിലാണ് ഈ ഫോൺ വരുന്നത്. എൻ്റെ കയ്യിലുള്ള ഈ ഒരു കളറ് ഗ്ലോസിങ് സ്റ്റെറി ബ്ലാക്കും അതുപോലെ ഗ്ലോസിങ് റെയിൻബോ സിൽവർ എന്ന് പറയുന്ന കളറിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ A94 കമ്പയർ ചെയ്യുന്ന സമയത്ത് ക്യാമറയിൽ A95 3 ക്യാമറ ആണെങ്കിൽ A94 4 ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയുടെ മെഗാ പിക്സലും തമ്മിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. സെൽഫി ക്യാമറയിൽ A94 32 മെഗാ പിക്സൽ ആണെങ്കിൽ ഇതിൽ 16 മെഗാ പിക്സൽ മാത്രമാണ് വരുന്നുള്ളൂ. പിന്നെ A94 മീഡിയാടെക്കിൻ്റെ പ്രൊസസ്സർ ആണെങ്കിൽ A95 ക്വാൽകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സർ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊസസ്സർ നമുക്ക് A95 വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഫോൺ തന്നെയാണിത്. ഒരു നോർമൽ ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഫോണാണ്. അതേ ഒരു പ്രൈസിലൊക്കെ തന്നെയാണ് ഈ ഫോൺ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ Oppo A95 എന്ന് പറയുന്ന മോഡലിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ.